ആത്മഹത്യ എന്ന് പറയുന്നത് അത് വൻ പാപമാണ് ദീനുൽ ഇസ്ലാമിൽ. അതുകൊണ്ടത് ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്ത് മരണപ്പെട്ടു പോയാൽ അയാൾ കാഫിറായി തീരുന്നില്ല. ആത്മഹത്യ ഒരാൾ ചെയ്താൽ അയാൾ കാഫിറായിട്ടല്ല മരണപ്പെടുന്നത്. അയാൾക്ക് അടിസ്ഥാനപരമായ ഇസ്ലാമിക വിശ്വാസത്തിലാണ് അയാൾ ഉള്ളതെങ്കിൽ അയാൾ ആ ഇസ്ലാമിക വിശ്വാസത്തിൽ മരണപ്പെട്ടു എന്നാണ് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അയാളുടെ നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കാവതല്ല. ജനങ്ങൾ അയാളുടെ മയ്യത്ത് നിസ്കരിക്കണം. പക്ഷേ നാട്ടിൽ അത്യാവശ്യം ദീനിപരമായി മറ്റുമൊക്കെ മുന്നിലുള്ള ആളുകൾ അവർ ഇത്തരം നിസ്കാരങ്ങളും മറ്റുമൊക്കെ വിട്ടു നിൽക്കുകയാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇത് ഒരു താക്കീതാണ്. ഇങ്ങനെ ഈ മരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ദീനീബോധമുള്ള ആളുകളൊന്നും നിസ്കരിക്കാനുണ്ടാവുകയില്ല എന്നൊരു താക്കീത് അവർ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അവർക്ക് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. കാരണം അവർ കാഫിറായിട്ടില്ല. കാഫിറായി മരണപ്പെട്ടാലാണ് നിസ്കാരം പാടില്ലാത്തത്.